ഹലോ മൈ ഡിയർ ലവ്സ്, ഏവർക്കും 333 ദ എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗൈഡൻസ് മെസ്സേജായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണ്, ഏഞ്ചൽസിന് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു ഗൈഡൻസ് മെസ്സേജാണ്. അപ്പോൾ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാർഡ് റീഡിംഗ് കാണുന്ന നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു റീഡിംഗ് ആണിത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ഗൈഡൻസ് മെസ്സേജ് ആണ്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ കാർഡ്സ് ഓൾറെഡി ഷഫിൾ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്: 5 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ, 8 ഓഫ് പെൻറ്റക്കിൾ ആൻഡ് ദി എംപറർ. ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു സമയത്തിലൂടെയാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് നിരാശപ്പെട്ടിരിക്കുകയാണ്, ഒരുപാട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏതൊക്കെയോ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാതെ പോയതായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഏതോ ഒരു കാര്യം വളരെ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു പക്ഷേ വൈകുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സമയമായിട്ടും അത് എത്തിച്ചേരുന്നില്ല എന്നൊരു സങ്കടം നിങ്ങൾക്ക് നേടിക്കുന്നതായിട്ട്, അങ്ങനെ ഒരു സങ്കടത്തിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കൊക്കെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു അകൽച്ച, നിങ്ങളിൽ നിന്നുള്ള ഒരു അകൽച്ച, ഇമോഷണലി അവർക്ക് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ്, മുന്നേ ഉണ്ടായിരുന്ന അത്ര ഒരു അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ നിങ്ങളോട് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് പേരുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തോ പ്രിയപ്പെട്ട ആരോ ഒരാൾ, ഒരു വ്യക്തിയാകാം, അതല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ടാകാം. ഒരു പക്ഷേ ഒരു വിയോഗം തന്നെ ആയിരിക്കാം. ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തീർത്തും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെ, അങ്ങനെ ആ ഒരു നഷ്ടപ്പെട്ട അവസ്ഥ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഒത്തിരി ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ പെറ്റ്സ് അല്ലെങ്കിൽ ചെടികൾ, നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ പരിപാലിച്ച് പോരുന്ന നിങ്ങൾ ഏതെങ്കിലും ചെടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അത്രയും ഹാപ്പി ആകാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സമയമായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നില്ല എന്നുള്ളൊരു വിഷമത്തിൽ നിങ്ങളിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് അവഗണന ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന വിള്ളൽ, അവരിപ്പോൾ നിങ്ങൾക്ക് മുഖം തരുന്നില്ല, നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മുഖം തരാതിരിക്കുക, നിങ്ങളോട് സംസാരിക്കാതിരിക്കുക, നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലൂടെ ഇപ്പോൾ പോകുന്നതായിട്ട് പലരുടെയും ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിലൊക്കെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ആ ഒരു കാര്യം, സന്തോഷം ലഭിക്കേണ്ട കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. 4 ഓഫ് കപ്സ് കാണിക്കുന്നത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുക, അതല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുക എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലരും പ്രതീക്ഷ നശിച്ച്, ഈ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജി കണ്ടാൽ അറിയാം, നിങ്ങൾ പ്രതീക്ഷ നശിച്ച്, അല്ലെങ്കിൽ പ്രതീക്ഷ, ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളൊരു ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിരുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പക്ഷേ ഇതൊരു ബന്ധമായിരിക്കാം, ഒരു നല്ലൊരു റിലേഷൻ, നിങ്ങൾക്ക് ഏറ്റവും
നിങ്ങൾ അന്ന് അതിനൊരു മൂല്യം കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ചിലപ്പോൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അന്ന് അത് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതൊരു പക്ഷേ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അന്ന് അത്രയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ നിങ്ങളത് അന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു അവസരം ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തന്നിരുന്നു. പക്ഷേ നിങ്ങൾക്കത് ആ ഒരു സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരാശാബോധം, കൈവിട്ട് കളഞ്ഞല്ലോ എന്നുള്ളൊരു നിരാശാബോധം കൂടി, ആ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏഞ്ചൽ തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഡിപ്രസ്ഡ് ആയിട്ട് ഹോപ്പ്ലെസ് ആയി ഇരിക്കേണ്ട സമയമല്ല എന്നുള്ളതാണ് പേജ് ഓഫ് സോർഡിൻ്റെ എനർജിയിലൂടെ തന്നെ ഏഞ്ചൽസ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിരാശപ്പെട്ടിരിക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഫൈറ്റ് ബാക്ക് ചെയ്യൂ. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യത്തിന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞിരിക്കാതെ, ഇനി എനിക്ക് അത് പറ്റുമോ, അല്ലെങ്കിൽ അത് സാധ്യമാകുമോ, അതല്ലെങ്കിൽ ഇനി ആ ഒരു കാര്യം നടക്കുമോ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ നിൽക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അതിനെ ഫോക്കസ് ചെയ്യൂ, അതിനെ ഫേസ് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള ആക്ഷൻ എടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു സമയം ഡിപ്രസ്ഡ് ആയിട്ട് ഹോപ്പ്ലെസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമല്ല. ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് ഫൈറ്റ് ബാക്ക് എന്നൊരു മെസ്സേജാണ് ഡിവൈൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നിങ്ങളിപ്പോൾ വരേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് പ്രതികൂല അവസ്ഥയിലാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പേജ് ഓഫ് സോർഡിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലമായിട്ടുള്ളൊരു അവസ്ഥയിലാണ്, വളരെ സമ്മർദ്ദം നിറഞ്ഞൊരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും വളരെ സ്റ്റഡി ആൻഡ് സ്റ്റേൺ ആയിട്ട് ആ ഒരു പേജ് ഓഫ് സോർഡ് എനർജി, ആ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രതികൂല അവസ്ഥയാണെങ്കിൽ തന്നെയും തോറ്റു കൊടുക്കാൻ മനസ്സ് കാണിക്കരുത്, തോറ്റു കൊടുക്കരുത്. വളരെ സ്റ്റേൺ ആൻഡ് റെഡി ആയി നിങ്ങളതിനെ ഫേസ് ചെയ്യുക, നിങ്ങളതിനെ ഓവർകം ചെയ്യാനായിട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഒരു ടൈം ഒരു ഫ്രഷ് സ്റ്റാർട്ടിൻ്റെ ടൈമാണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിന് പറ്റിയ സമയമാണ്. ആ അവസരത്തെ അങ്ങനെ പ്രയോജനപ്പെടുത്താനായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്ത് കാര്യമാണോ നിങ്ങളെ അലട്ടുന്നത്, നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങളത് തീർച്ചയായിട്ടും അത് ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യൂ, ആ ഒരു ചലഞ്ചിനെ ഫേസ് ചെയ്യൂ. അതായത് നിങ്ങളതിനെ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കൂ. നിങ്ങളുടെ നോളജ്, നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ നേടിയെടുത്ത നോളജ്, നിങ്ങളുടെ വിസ്ഡം ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഈ കാര്യത്തെ നന്നായി പഠിക്കൂ. നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനെ നന്നായി പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രഷ് ഐഡിയ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ ഒരു ന്യൂ ഐഡിയ നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്നതാണ്, നിങ്ങളിലേക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ ഈ ഒരു എനർജി കാണിക്കുന്നത്, ഈ ഒരു ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ എന്തൊക്കെ സ്ട്രെങ്ത് ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ പഠിക്കൂ. നിങ്ങൾ എന്തൊക്കെ വീക്ക്നെസ് ആണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പഠിക്കൂ. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ത്രെറ്റ്സ് ആണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ, എന്തൊക്കെ ചലഞ്ചസ് ആണ് എനിക്കുള്ളത്. അങ്ങനെ ഒരു നിങ്ങളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ നല്ലൊരു തലത്തിലേക്ക്, നല്ലൊരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട്, നല്ലൊരു സിറ്റുവേഷനിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ നന്നായി കാര്യങ്ങൾ പഠിച്ച് അതിനുള്ള ആക്ഷൻ എടുത്ത് പ്ലാൻ ചെയ്ത് ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പ്രോപ്പർ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെ ആ ഒരു തെറ്റിദ്ധാരണയെ കളയുക, മാറ്റുക എന്നുള്ളത് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ എന്തോ ഒരു കുറവ്. അപ്പോൾ ഒരാൾ പറഞ്ഞു തന്ന കാര്യം കറക്റ്റ് വേയിൽ നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ള കാര്യം ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് മനസ്സിൽ ഒന്ന് വെച്ചിട്ട് മറ്റൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അത് വേണമെങ്കിൽ താങ്കൾ മനസ്സിലാക്കിക്കൊള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് വെച്ച് മറ്റു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ട്, പ്രിസൈസായിട്ട് നിങ്ങൾ പറയുക, കോൺഫിഡൻ്റ് ആയിട്ട് പറയുക എന്നുള്ളത് ഇവിടെ ഒരു മെസ്സേജായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ കാണിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെയാണ്. നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ അതിനായിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കായിട്ട് പ്രിപ്പറേഷനിലാണ്, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ പാഷൻ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കൂ, അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്, ലൈക്ക് ഇവിടെ ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിളിനെ കണ്ടാൽ അറിയാം, ഇത് ഒരു കോയിനിലേക്ക്, ഈ ഒരു പെൻറ്റക്കിൾ കോയിനിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജും അത് തന്നെയാണ്. നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യമാണോ അതിൽ ഫോക്കസ് ചെയ്യുക. അതിപ്പോൾ മണി ആയിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജോബ് ആയിരിക്കാം. എന്ത് കാര്യമാണോ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏഞ്ചൽസ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ള സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനകത്ത് വളരെ കംഫർട്ടബിൾ ആൻഡ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എംപററിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സ്റ്റെബിലിറ്റി ഉള്ളൊരു പൊസിഷനിലേക്ക്, ഒരു ലൈഫിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പവർ തീർച്ചയായിട്ടും ഇവിടെ 8 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പവർ നിങ്ങളിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് അതിനു വേണ്ടി നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളൊരു നിരാശയിൽ നിൽക്കുന്ന വ്യക്തികളെയും ഇവിടെ കാണാം. ആ ഒരു നിരാശ, നിങ്ങളിട്ട എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നൊരു നിരാശയിലിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു കാര്യം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ്. കാരണം ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ലഭിക്കും. വിശ്വാസത്തോടെ, സമർപ്പണത്തോടെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു 8 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി കണ്ടാൽ അറിയാം, വേറൊന്നിലും ഫോക്കസ് ചെയ്യാതെ ആളത് സമർപ്പണത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടെ, സമർപ്പണത്തോടു കൂടി ചെയ്യുക, അതിനകത്ത് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്ന മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ദേഷ്യം, ഈഗോ, പക, ഇതൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരോട് റൂഡായിട്ട് എന്തെങ്കിലും പെരുമാറുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അറിയാതെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും റൂഡായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ക്ഷമ ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ക്ഷമ ചോദിക്കുക. ഇനിയിപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൽ ദൈവത്തിന് മുന്നിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ക്ഷമാപണം നടത്തുക എന്നുള്ളത്, അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ വാശി പിടിക്കുന്ന ഒരു, അതായത് നല്ല കടുംപിടുത്തം പിടിക്കുക, ഒരു സ്റ്റബോൺ എനർജി, നിങ്ങൾ വളരെ കടുംപിടുത്തമുള്ള ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ചെറുതായിട്ടൊന്ന് നിങ്ങൾ ഫ്ലെക്സിബിൾ ആകണം എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു മെസ്സേജ്. സപ്പോസ് നിങ്ങളൊരു കാര്യം വിചാരിക്കുകയാണ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് വളരെ വാശിയോടുകൂടി ചിന്തിക്കുന്ന, അന്ധമായിട്ട് ട്രഡീഷനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരിക. അങ്ങനെയൊക്കെയാണ് നിങ്ങളെങ്കിൽ കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആകണം, അതിൻ്റെ അനിവാര്യത ഇവിടെ പറയുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതൽ നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷാദത്തിലിരിക്കുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു വിഷമ സ്ഥിതിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, നിരാശപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരും. തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബിക്കോസ് ഏഞ്ചൽസ് പറയുന്നത് ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് തന്നെ 4 ഓഫ് വാണ്ട്സ് ആണ്. 4 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത് തന്നെ ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്, സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്, നേട്ടങ്ങളുടെ കാർഡാണ്. നിങ്ങളുടെ ലൈഫിലൊരു അച്ചീവ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു സൈനാണ്, അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ഹാർമണിയിലേക്ക് നിങ്ങൾ എത്തുന്ന അവസ്ഥ, നല്ലൊരു ഹാപ്പിനെസ്, ഒരു ഫിനാൻഷ്യലി നിങ്ങൾ നല്ല ഹാർമണിയിലേക്ക് എത്തുന്നതായിട്ടും, ആ ഒരു ഹാപ്പിനെസ് ഒരു സെലിബ്രേഷനിലേക്കൊക്കെ വരുന്നതായിട്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സെക്യൂർഡ് എൻവയോൺമെൻറ്റിലേക്ക് മാറുന്നതായിട്ടാണ്, ആ ഒരു ചേഞ്ചാണ് ഇവിടെ കാണുന്നത്. മാരേജ് നടക്കുന്നു,
പുതിയ വീട്, അങ്ങനെയൊക്കെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എനർജി, ഈ ഒരു റീഡിങ്ങിൻ്റെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഏഞ്ചൽസിൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ റിസീവ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് വ്യക്തമായ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.